ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കാണുന്നത് ദ സൂപ്പർ ക്യൂബ് എന്ന ആനിമയുടെ സീസൺ 1 എപ്പിസോഡ് 10 എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് കൂടി ചെയ്യാം. നമ്മുടെ ഷോ വീണ്ടും തുടരാൻ പോവാണ്. ഞാൻ ഉറപ്പ് വരുതാണ് നിങ്ങൾക്ക് ആർക്കും അടുത്ത വില്ലനെ ഗസ് ചെയ്യാൻ പോലും പറ്റില്ല എന്ന്. ആ കേവിനുള്ളിൽ നിൽക്കുന്നത് ഒരു ക്യാറ്റും കടുകും ഡ്രാഗണൊക്കെ പാടെ മെർജായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ പേര് പറയുന്നത് ഡുവോ എന്നാണ്. നമുക്കിനി അങ്ങനെ വിളിക്കാം. ഇത് ഭൂമിയിലെ 17th ട്രഷറിൽ നിന്ന് അവിടുത്തെ ഒരു VIP വിളിച്ച് പറയാണ്. അങ്ങനെ അയാൾ പറയാണ്, ഈ ബീസ്റ്റിന് ഒരേ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ, അതായത് ആരെങ്കിലും മുന്നിൽ കണ്ട അതിനെ കടിച്ച് കയറുന്നു. ഇതിന് ആ മുതലൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു ആ ഗോൾഡിൻ്റെ ഇരട്ടി ഗോൾഡായിരിക്കും തരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ സ്വർണം അങ്ങോട്ട് കൊണ്ടുവരാണ്. അവരൊക്കെ ഇതിനെ ആരായിരിക്കും ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കുക എന്ന് ചർച്ച ചെയ്യാണ്. അങ്ങനെ ഒരുത്തരം അങ്ങോട്ട് കയറി വരികയാണ്. അങ്ങനെ അവൻ നേരെ ഒരു സോഡായിട്ട് നിൽക്കുകയാണ്. ആ ബീസ്റ്റ് അവനൊന്നും ചെയ്യുന്നില്ല, നേരെ പോയി ആ ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോഡ നിന്ന് ആളുകളെല്ലാം പേടിച്ചോടാണ്. ആ സമയത്ത് അങ്ങേര് പറയാണ്, ഞങ്ങൾ പേടിച്ചുകൊണ്ട് ആവശ്യമില്ല, ഇവിടെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ആ സമയത്ത് ആ വാരർ ഒരു ഭിത്തിമ സ്ക്രാച്ച് ചെയ്താണ്. ആ ബീസ്റ്റ് അവനെ തീർത്തിട്ട് ആ കത്തി എടുത്താണ്ട് ഗ്ലാസ് അങ്ങ് പൊളിക്കുകയാണ്. ഇത് കണ്ട് ടെൻഷൻ അയാൾ ഫോൺ എടുത്ത് കോൾ ചെയ്യാണ്. സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടില്ല നോക്കിയെന്ന് ചോദിച്ച്. ആ സമയത്ത് ആ ബീസ്റ്റ് പുറത്തേക്ക് വന്നതും എല്ലാവരും അവിടെ നിന്ന് പേടിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന VIPസും കാര്യങ്ങളൊക്കെ ഓടിപ്പോവാണ്. ആ ആങ്കറിനെ ബീസ്റ്റ് അടിക്കാൻ വന്നതും ഒരു തടയാണ്. നന്ദിയുണ്ട് മിസ്റ്റർ മൊറോങ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതെന്താ വേറെ വല്ല ടെസ്റ്റാണോന്ന് ചോദിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ പിയാവോ. ഇതാണ് ഞാൻ ഫാമിലിൻ്റെ ഇൻട്രസ്റ്റ് കരസ്ഥമാക്കാനുള്ള കറക്റ്റ് ടൈം എന്ന് ചിന്തിക്കുകയാണ് വാങ്ങ്. ആ സമയത്ത് കുറച്ച് ബോഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തും വന്നിട്ട് ആ പീസിനെ ഇടിക്കുകയാണ്. നിങ്ങളാരും പേടിക്കണ്ട, ഇപ്പോഴുള്ള ഡേഞ്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഒരുത്തം വന്ന് പറയാണ്. ഗ്രൂപ്പ് നല്ലപോലെ തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കിനി ആസ്വദിച്ച് ബാക്കിയുള്ളതും ഇനി കാണാം എന്ന് പറയാണ്. 2 ഗാർഡ്സ് അവിടെ നടന്നു പോവാണ്. ആ സമയത്ത് ലൈറ്റ് കേടുവരാണ്. ഡൂഫു ഇതും ഫേക്കാണോ വാങ്ങിയതെന്ന് പറഞ്ഞിട്ട് അവരവിടെ നടന്നു പോവാണ്. ആ സമയത്ത് റൂമിൽ നിന്ന് സൗണ്ട് കേട്ട് അവൻ അങ്ങോട്ട് പോയി നോക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വേറൊരുത്തി വന്ന് അവനങ്ങ് അടിക്കുകയാണ്. അതായത് ആ 2 ഗാർഡ്സിനെയും ബോധം കെടുത്തി റൂമിൽ അടച്ചു വെക്കുകയാണ്. അതിനവൾ ക്യാമറയുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ട് ആ ക്യാമറ ഡിഫ്യൂസ് ചെയ്യാണ്. ആ സമയത്ത് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്ന ആൾക്ക് കുറച്ച് നേരത്തിന് ആ ക്യാമറയിലൊന്നും കാണാൻ പറ്റില്ല. ആ സമയത്ത് അയാൾ അത് വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ അവൾ ഇതിൻ്റെ താഴത്തേക്ക് പോവാണ്. അവിടെ ഒരു സീക്രട്ട് ഡോറുണ്ട്. അവളത് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലേക്ക് പോവാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വേറെ ഡോറുണ്ട്. അവൾ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗ്ലൗസും കാര്യങ്ങളിട്ട് ആ ഡോറങ്ങ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വേറൊരുത്തും ഇറങ്ങി വരുന്നു. എനിക്കറിയായിരുന്നു ഈ ട്രഷർ റൂമിലേക്ക് ഒരു ഏരിയ കയറി വരുന്നു. അവർ രണ്ടുപേരും അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് 2 ഗാർഡ്സിലാണ്. ഇവർ നല്ല ഫൈറ്റിലാണ്. അവൻ പറയാണ്, നിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കുറവാണല്ലോ എന്ന് പറഞ്ഞാൽ അവൾ അങ്ങ് അടിക്കുകയാണ്. ആ സമയത്ത് അവളുടെ തൊപ്പിയും കാര്യങ്ങളൊക്കെ കയറിപ്പോവാണ്. അപ്പോൾ ഒരു ഗാർഡ് വന്ന് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ അവളാ തോക്കനടിച്ച് കളയാണ്. അയാൾക്കും നല്ലപോലെ കിട്ടുകയാണ്. അങ്ങനെ വേറൊരു ഗാർഡ് അങ്ങോട്ട് വന്ന് അവളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കൊള്ളുന്നില്ല. അവസാനം അവർ രണ്ടുപേരെയും അവൾ അടിച്ചിട്ടാണ്. ആ സമയത്ത് മറ്റേനോട് കിടന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് പുറകിൽ നിന്ന് വന്ന് അവളങ്ങ് അടിക്കാൻ നിന്നതും ഒരുത്തിനെ അവനെ അങ്ങ് പിടിച്ചു വെക്കുകയാണ്. അതായത് വാങ്ങ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, നീ വെറുതെ അങ്ങ് അറ്റാക്ക് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുക, നീ എന്താണ് ഇവിടെ, ഞാൻ ബാത്റൂം തരുന്നു എന്താ, അങ്ങനെ ഇവിടെ പെട്ടു, എന്ത് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നീ എങ്ങനെയാണ് പെട്ടത് എന്ന് മറ്റവൻ ചോദിച്ചു. അവനെ വാങ്ങ് തീർത്ത് കളയാണ്. എന്നോട് ബോധം കെട്ട് ചെയ്യാണ്. ആ സമയത്ത് അവൾ ചോദിക്കുകയാണ്, എന്ത് നോൺഡ്രസ്സാണ് നീ പറയുന്നത്, അവനൊരു സീൽ എവിടെയാണ്, നീ ഏതാണെന്ന് അവൾ ചോദിക്കുകയാണ്. ഞാൻ നിൻ്റെ ഫ്രണ്ടോ അതോ എനിമിയോ? അപ്പോൾ അവൾ പറയാണ്, ഞാൻ ഒരു ബോഡി ഗാർഡാണ്. അവൻ ചോദിക്കുകയാണ്, നീയാണോ അപ്പോൾ ശരിക്കുള്ള എംപ്ലോയി? ഞാൻ അല്ലെന്ന്. അവളെ പറയാണ്, നീ ബോഡി ഗാർഡുകളുടെ ബാക്കിൽ നിൽക്കാൻ നിനക്ക് പറ്റുള്ളൂ, നിനക്ക് എത്ര സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലാന്ന്. പിന്നെ ലൗഡറോ ഇങ്ങോട്ട് പഴയ ദിവസം കട്ട സാധനങ്ങളൊക്കെ എവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മിഷനായിട്ട് വിട്ടതാണെന്ന് അവൾ പറയുമ്പോൾ അവൻ പറയണം, എന്നാൽ ഞാനും വരാം, എനിക്ക് നോക്കണമെന്ന്. അവൻ ചെന്നതും ഈ പണ്ടുള്ള ധോവി ഗ്യാങ്ങിലെ പെട്ട കള്ളന്മാർ ഇത് എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് അവൾ. ആ സമയത്ത് വാങ്ങ പറയാണ്, നിനക്കെന്താ ആ ട്രഷർ എവിടെ ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു എന്ന്. അവൾ ചോദിക്കുകയാണ്, നിനക്കറിയോ ആ ട്രഷർ എവിടെ എന്നുള്ളത്? ആ സമയത്ത് അവർ ആരോ അറ്റാക്ക് ചെയ്യാണ്. ആ അറ്റാക്ക് ചെയ്ത പെണ്ണ് പറയാണ്, ആ സാധനം അങ്ങോട്ട് എടുക്കുന്നത്. അതിലുണ്ടായിരുന്ന ഒരു ഗാർഡ് ഒരു സ്മോക്ക് പോലത്തെ ഒരു സംഭവം എടുത്ത് കൊടുക്കുകയാണ്. അതെടുത്ത് നേരെ എറിഞ്ഞതും വാങ്ങ് അത് തിരിച്ചങ്ങ് എറിയാണ്. അങ്ങനെ അവിടെ ഫുള്ള് സ്മോക്ക് ആയതും വാങ്ങും അതുപോലെ തന്നെ മറ്റവളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് അവിടെ മുന്നിൽ വേറൊരു പണി. അവർ ആ സമയം കൊണ്ട് തന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞതും
അങ്ങോട്ട് വേറെയും കുറച്ച് പേര് വരികയാണ്. സോ അതിലുള്ള കുറച്ച് ബോഡി കാര്യങ്ങൾ ഉള്ളൊരുത്തൻ വാങ്ങിൻ്റെ കൂടെ അടി കൂടുകയാണ്. അതുപോലെ മറ്റൊരിടത്ത് വേറൊരുത്തി അടിക്കുകയാണ്. സോ വാങ്ങിനെ അടിച്ചിട്ട് അവൻ അവളി വന്ന് അടിച്ചിടുകയാണ്. ഇതോടെ നാണക്കേടായിപ്പോയി. 3 പേര് 2 പേരെ അടിക്കുന്നു എന്ന് പറയാണ് വാങ്ങ്. മരിച്ചയായിട്ടും സംസാരിക്കാറില്ലല്ലോ, സോ നമുക്ക് ഇവരെ കൊന്നു കളഞ്ഞേക്കാം എന്ന് പറയണം അവൾ. ആ സമയത്ത് വാങ്ങ് ഒരു ബോംബ് എടുത്തിട്ടാണ്. അങ്ങനെ എന്താണ് അവിടെ നടന്ന് കാണിക്കാതെ ബ്ലാക്ക് ഔട്ടായിട്ട് നേരെ വേറൊരു സീനാണ് കാണിക്കുന്നത്. സോ അവിടെ വാങ്ങും അതുപോലെ മറ്റേ കക്ക വന്നവളും നിൽക്കുന്നുണ്ട്. സോ അവളും അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇവനും അവിടെ വന്നിരിക്കുകയാണ്. അവൻ്റെ കയ്യിലൊരു ഓറഞ്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവനത് കുടിക്കുകയാണ്. ആ സമയത്ത് അവൾ പറയാണ് എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ടെന്ന്. സോ അവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ കാണുന്നത് അവരെ തടയാൻ വന്നവരുടെ മുന്നിൽ നിൽക്കുന്നത് വാങ്ങിനാണ്. ഇതിൻ്റെ ഇഞ്ചുറൊക്കെ മാറിയോ എന്നവൾ ചോദിക്കുകയാണ്. ആ സമയത്ത് വേറൊരുത്തൻ ചോദിക്കുകയാണ് ക്യൂയി എവിടെയാണ് ആ പെണ്ണ് എന്നവൾ ചോദിക്കുകയാണ്. സോ അവൾ പറയാണ് അവിടെ പോയി കണ്ടുപിടിക്കുകയാണ്. സോ അങ്ങനെ അവൻ അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് മുകളിൽ നിന്ന് മറ്റവൾ അതൊക്കെ മുറിച്ച് താഴത്തേക്ക് വരികയാണ്. അങ്ങനെ അവൾ അവരുടെ കൂടെ സോഡ് വെച്ച് നല്ലപോലെ ഫൈറ്റ് ചെയ്യാണ്. സോ ക്യൂയി അവളെ അടിച്ചിട്ട് അവിടുന്ന് അവർ 2 പേരും പോവുകയാണ്. അതായത് വാങ്ങും ക്യൂയും കൂടി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവർ നേരെ ആ ട്രഷറും കാര്യങ്ങളെല്ലാം എടുത്ത് വരികയാണ്. പിന്നെ അവർ കുറേ കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. സോ ആ സമയത്ത് വാങ്ങ് ഒരു ബ്ലാക്ക് ക്യൂബ് പോലത്തെ ഒരു സംഭവം കാണാണ്. സോ അവനത് ആദ്യം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സോ അവനത് എടുത്തോ ഇല്ല എന്നുള്ള കാര്യം കാണിക്കുന്നില്ല. അങ്ങനെ പിന്നെ കാണുന്നത് അവർ 3 പേരും, അതായത് ഇവരെ തടയാൻ നിന്ന 3 പേരും അവിടെ നിൽക്കുന്നതാണ്. സോ ആ സമയത്ത് വേറൊരുത്ത അങ്ങോട്ട് കയറി വരികയാണ്. നിങ്ങൾക്ക് വേണ്ടെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം, നിങ്ങളെ പറഞ്ഞ കാര്യം കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അയാൾ 3 ടാബ്ലറ്റ്സ് അവർക്ക് കൊടുക്കുകയാണ്. സോ ഇവിടെ ചെന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ.